ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റഷീദ് തയ്ലാർ. ഇന്ന് എനിക്ക് വന്ന രണ്ട് ചോദ്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, എന്തിനാണ് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത്? ഇത്രയധികം ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ, എന്തിനാണ് നമ്മൾ ഓരോരുത്തരും ഇത്രയധികം ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുക്കുന്നത്? അതൊരു ചോദ്യമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ഒരു ഫോട്ടോ എടുക്കുമ്പം വളരെയധികം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ്. ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനാണ് ഇത്രയധികം ഫോട്ടോഗ്രാഫേഴ്സ് എക്സ്പെൻസീവായി ക്യാമറയൊക്കെ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നത്? എവിടെ പോയി എന്തൊരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാലും ഒത്തിരി ഫോട്ടോഗ്രാഫേഴ്സ് വലിയ വലിയ ക്യാമറകളായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്, മൊബൈലിൽ എടുക്കുന്നുണ്ട്. എന്തൊരു ഡിവൈസ് കിട്ടിക്കഴിഞ്ഞാലും അതിനകത്തൊരു ക്യാമറ വെച്ചിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതെന്തിനാണ് എടുക്കുന്നത് എന്നുള്ളത്. നോർമലി ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർ പ്രൊഫഷണൽ അല്ലെങ്കിൽ അമേച്ചർ എന്ന് പറഞ്ഞാൽ രണ്ട് തരമായിട്ട് തിരിക്കാം. പ്രൊഫഷണൽസ് ആണെങ്കിൽ അവർ കാശിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വെഡ്ഡിങ്ങിനായാലും ഈവൻറ്റ്സ് ആയാലും അവിടെ വളരെയധികം കഷ്ടപ്പെട്ട് ഓടി നടന്ന് ഫോട്ടോ എടുക്കുന്ന കുറച്ച് ആൾക്കാർ. അവർ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ്, അവരുടെ ജീവിതമാർഗ്ഗം അതാണ്. പക്ഷേ മറ്റ് ചിലരുണ്ട്, കയ്യിൽ കുറേ കാശ് ഉണ്ടാകുമ്പോൾ നല്ലൊരു ക്യാമറ വാങ്ങിച്ച് എന്ത് ഈവൻറ്റ് കണ്ടാലും അവിടെ പോയി ഫോട്ടോ എടുക്കുന്ന കുറേ ആൾക്കാർ. അവർ ഫോട്ടോ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്കിൽ ലോഡ് ചെയ്യുക, അതിൽ ആൾക്കാരെ വിളിച്ച് ലൈക്ക് ചെയ്യിക്കുക. ചില ആൾക്കാരുണ്ട് നേർച്ച പോലെ ഡെയിലി ഒരു 3 ഫോട്ടോ വെച്ച് ഒരു ഫോട്ടോഗ്രാഫി പേജ് ഉണ്ടാക്കി അതിലേക്ക് ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർ ഇവർക്കൊന്നും വ്യക്തമായ ഒരു ലക്ഷ്യങ്ങളില്ല. അവരോട് ചോദിച്ചാൽ അവർ പറയും, എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ ഉയർച്ചയിൽ എത്തണം, അംഗീകാരങ്ങൾ കരസ്ഥമാക്കണം, ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ അൾട്ടിമേറ്റ്ലി അവർക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാവില്ല. അവർ അംഗീകാരങ്ങൾ കരസ്ഥമാക്കേണ്ട ഒരാളാണെങ്കിൽ ഒരിക്കലും നിത്യേന ഫേസ്ബുക്കിൽ 3-4 ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യും. പിന്നീട് അത് ശ്രദ്ധിക്കാതെ അടുത്ത ഫോട്ടോ എടുക്കാൻ ഓടി നടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. കാരണം ഒരു അംഗീകാരം ആഗ്രഹിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിന് അംഗീകാരത്തിന് വേണ്ടിയിട്ട് ആ ഫോട്ടോയ്ക്ക് കിട്ടേണ്ട അംഗീകാരത്തിന് വേണ്ടി അയാൾ പരിശ്രമിക്കും. അതുമാത്രമല്ല, ആ ഒരു ഫോട്ടോ എടുക്കാൻ അയാൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അയാൾക്ക് അർഹിക്കുന്ന അംഗീകാരം കിട്ടുകയും ചെയ്യും. പക്ഷേ നമ്മളിൽ എനിക്ക് തോന്നുന്ന ഒരു 90% ആൾക്കാരും ഈ ഒരു കാര്യം ചിന്തിക്കുന്നേ ഇല്ല. അവർ നേരെ ഫോട്ടോ എടുക്കുക, ഫേസ്ബുക്കിൽ ലോഡ് ചെയ്യുക, വാട്സപ്പിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അടുത്ത ഫോട്ടോ എടുക്കുക. അപ്പോൾ ഇതുകൊണ്ട് നമ്മളെ മെമ്മറി കാർഡും കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കും ഫുള്ളാവുന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഫേസ്ബുക്ക് ഫോട്ടോഗ്രാഫർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ദയവായിട്ട് നിങ്ങൾ നിർത്തുക. നിങ്ങളെടുക്കുന്ന ഫോട്ടോ വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഭാവിയിൽ സന്തോഷം കിട്ടുന്ന വിധത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അംഗീകാരം നേടിത്തരുന്ന വിധത്തിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുക. അതിനായിട്ട് പരിശ്രമിക്കുക. അതുകൊണ്ട് ഇനി മുതൽ ഫേസ്ബുക്ക് ഫോട്ടോഗ്രാഫർ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ ഇടയിൽ ഇല്ലാതിരിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമത്തെ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്തായിരുന്നു പറഞ്ഞാൽ, ഒരു ഫോട്ടോ എടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന ഒരാളാണെങ്കിലും, അപ്പർച്ചർ, ഷട്ടർ സ്പീഡ്, ഫോക്കസ്, ഈ സൂം ഇതൊക്കെ അറിയുന്ന ഒരാൾക്കാണെങ്കിൽ അയാളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഫ്രെയിമിംഗ് ആണ്. അതായത് കമ്പോസിഷൻ. ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ഷാർപ്പായി ഒരു പിക്ചർ എടുത്തിട്ടുണ്ടാവും, പക്ഷേ അതിൽ വേണ്ട ഘടകങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ചിത്രം ഒരിക്കലും ഒരു നല്ല ചിത്രമാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ കമ്പോസിഷൻ അല്ലെങ്കിൽ ഫ്രെയിമിംഗ് വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ ഫ്രെയിമിങ്ങിൽ തന്നെ വരുന്ന മറ്റൊരു സംഭവമാണ് സബ്ജക്റ്റ്. ഒരു സുന്ദരമായ ശരീരത്തിൽ ജീവനില്ലെങ്കിൽ ആ ഒരു അവസ്ഥയായിരിക്കും സബ്ജക്റ്റ് ഇല്ലാത്ത ഒരു ചിത്രത്തിൽ. നിങ്ങൾ സബ്ജക്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ അതിന് ഫോട്ടോഗ്രാഫിയിൽ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അത് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വിശദീകരിക്കാം. എന്നാലും ആ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് സബ്ജക്റ്റ് പ്ലേസ് ചെയ്യുക, അതുപോലെ ഫ്രെയിമിങ് ഏറ്റവും നന്നായിട്ട് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഫോട്ടോഗ്രാഫി ഒരു അടിസ്ഥാന കാര്യങ്ങൾ അറിയുന്ന ഒരാൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ സബ്ജക്റ്റ് ഇല്ലാത്ത ഒരു ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചക്കാരന് അതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഒരു താല്പര്യം ജനിപ്പിക്കുന്ന ഒരു വസ്തു ഉണ്ടാവില്ല. ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏതൊരു പിക്ചറിലും ആഡ് ചെയ്തിരിക്കണം. അതാണ് ശരിക്കുള്ള ഫോട്ടോഗ്രാഫി. ഏതൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും അതിനകത്തൊരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റ് അതിലുണ്ടായിരിക്കണം. അതാണ് ഫോട്ടോഗ്രാഫിയുടെ ബേസിക് കൺസെപ്റ്റ് തന്നെ അതാണ്. അപ്പോൾ നമ്മൾ നോർമലി എല്ലാവരും ഫോട്ടോഗ്രാഫി ക്ലാസ്സുകളിൽ പഠിക്കുന്നത് ടെക്നിക്കൽ സൈഡിലുള്ള കാര്യങ്ങൾ, അപ്പർച്ചർ, ഷട്ടർ സ്പീഡ്, ISO, എല്ലാവരും ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് പഠിക്കും. A to Z അറിയാം. ISO ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നോയ്സ് വരും. ഒരു ഫോട്ടോ എടുക്കാൻ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ടെൻസ്ഡാണ്.
അതിനുള്ള കാരണം അവർക്ക് ISO കൂടിക്കഴിഞ്ഞാൽ നോയ്സ് വരുമോ, അല്ല ഷട്ടർ സ്പീഡ് കുറഞ്ഞാൽ മോഷൻ ബ്ലർ വരുമോ, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷനാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഫോട്ടോഗ്രാഫറെ യഥാർത്ഥ ഫോട്ടോഗ്രാഫറാക്കി മാറ്റുന്നത് കാഴ്ചക്കാരന് കിട്ടുന്ന അയാളുടെ ഒരു ഫ്രെയിമാണ്. അയാളത് എങ്ങനെയാണ് ആ ഫ്രെയിം കമ്പോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒറ്റ വസ്തുതയിലാണ് അയാൾ നല്ലൊരു ഫോട്ടോഗ്രാഫറായി, പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫറായി മാറുന്നത് ആ ഒറ്റ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പേ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു വ്യൂവറിൻ്റെ സൈഡിൽ നിന്നിട്ട്, ഒരു കാഴ്ചക്കാരൻ്റെ വശത്ത് നിന്നിട്ട് നിങ്ങൾ ആ ഫ്രെയിമിനെ, നിങ്ങൾ എടുക്കാൻ പോകുന്ന ഫ്രെയിമിനെ ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ISO അല്ലെങ്കിൽ ഷട്ടർ സ്പീഡ്, അപ്പർച്ചറിൻ്റെ സൈസ്, ഇതൊന്നും തന്നെ നിങ്ങളെ വളരെയധികം ടെൻഷൻ അടിപ്പിക്കില്ല. നിങ്ങളതിനെക്കുറിച്ച് വളരെയധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ബേസിക്കായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ്. എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അപ്പർച്ചർ സെറ്റിങ്, അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. അതിന് ശേഷം വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, അതായത് ഒരു ശരീരത്തിലെ ജീവൻ എന്ന് പറയുന്നത് പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ചിത്രത്തിൻ്റെ ഫ്രെയിമിങ്. നിങ്ങൾ ആ ചിത്രത്തെ എങ്ങനെ ക്യാമറയിൽ നിങ്ങൾ ഫ്രെയിമിൽ ഒതുക്കുന്നു എന്നുള്ള ആ ഒരു സംഭവം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് വളരെയധികം ടെൻഷൻ അടിക്കാതെ ഫ്രെയിമിങ്, ആ ചിത്രം എത്ര മനോഹരമായി നിങ്ങൾക്ക് ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും, അതിൽ എത്ര നന്നായിട്ട് നിങ്ങൾക്ക് സബ്ജക്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റും, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് എവിടെയും അംഗീകാരം നേടിത്തരുന്ന കാര്യം. നിങ്ങൾക്ക് ക്യാമറയുടെ A to Z ടെക്നിക്കൽ സൈഡ്, അപ്പർച്ചർ, ISOയിൽ എത്ര പിക്സലുണ്ട്, പിക്സലിൻ്റെ EV റേറ്റിംഗ് എത്രയാണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആവില്ല, മറിച്ച് നിങ്ങൾ നല്ലൊരു ടെക്നീഷ്യനേ ആവുള്ളൂ. ടെക്നിക്കലി നിങ്ങൾക്ക് നല്ല നോളജ് കിട്ടും, പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഫോട്ടോഗ്രാഫർ ആവാൻ പറ്റി എന്ന് വരില്ല. ഫോട്ടോഗ്രാഫർ ആവാൻ പറ്റില്ല എന്നല്ല, അതുകൊണ്ട് മാത്രം ആവാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലൊരു കലാകാരൻ ഉണ്ടായിരിക്കണം. ആ കലാപരമായിട്ടുള്ള കഴിവാണ് ഫോട്ടോഗ്രാഫി. അപ്പോൾ കമ്പോസിഷൻ അല്ലെങ്കിൽ ഫ്രെയിമിങ്ങിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത് നല്ല രീതിയിൽ പ്ലേസ് ചെയ്യുക. പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഥവാ സബ്ജക്റ്റ് ഏതൊരു പിക്ചറിലും കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളും നല്ലൊരു ഫോട്ടോഗ്രാഫറായി മാറും, അത് ഉറപ്പാണ്. അപ്പോൾ ബേസിക് പഠിച്ചു കഴിഞ്ഞവർക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒന്ന്, ഒരു പിക്ചറിൽ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഥവാ സബ്ജക്റ്റ് ആഡ് ചെയ്യുക. രണ്ടാമത്തേത്, ഫ്രെയിമിങ് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. പിന്നെ ടെക്നിക്കൽ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം വറീഡ് ആവാതിരിക്കുക. ഇനി അടുത്ത വരുന്ന എപ്പിസോഡിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ സെഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനായിട്ടുള്ള ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇനിയുള്ള നിങ്ങളുടെ സംശയങ്ങൾ ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിൽ അതിന് മറുപടിയായിട്ട് ഞാൻ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.